പഞ്ചാഗ്നിയിൽ വീണ്ടും സഹോദരങ്ങൾ തമ്മിൽ കൊമ്പുകോർക്കുന്നു. കഥ മറ്റൊരു തലത്തിൽ. അതേ കൂട്ടുകാർ, ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡ് നമ്മളെ അവസാനിപ്പിച്ചത് നമ്മളൊക്കെ കൺഫ്യൂഷൻ ആക്കിയിട്ടാണല്ലോ. നമ്മുടെ കലാവധി ഭയങ്കര നാടകം തന്നെയായിരുന്നു. നമ്മുടെ സഹോദരിമാരുടെ മുമ്പിൽ മഹേന്ദ്രനെ എടുത്തിട്ടടിക്കുന്നു, മഹേന്ദ്രനെ അമൃതയുടെയും സഹോദരങ്ങളുടെയും മുന്നിൽ വെച്ച് ആട്ടിയിറക്കി വിടുന്നു. അങ്ങനെ ഭയങ്കര നാടകം തന്നെയാണ് നമ്മുടെ കലാവധിയുടെ. എങ്ങനെയും ആ ഒരു പഞ്ചരത്നങ്ങളുടെ വിശ്വാസം പിടിച്ചു പറ്റി അവിടെ കയറി, അവിടെ ആ ഒരു പഞ്ചരത്നത്തിൽ കാലുറപ്പിച്ച് ആ ഒരു മണ്ണ് കൈക്കലാക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് നമ്മുടെ കലാവധിക്ക്. അതിനുവേണ്ടി താൻ എന്തും ചെയ്യും. താൻ ഉറ്റ സഹോദരനായ മഹേന്ദ്രനെ പോലും ശത്രുവാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പം. അതിനുവേണ്ടി നമ്മുടെ മഹേന്ദ്രനായിരിക്കും നമ്മുടെ ഇപ്പോൾ കലാവധിയുടെ മെയിൻ ശത്രു. അങ്ങനെ ഇപ്പോൾ നമ്മുടെ കഥ മാറ്റിമറിച്ചിരിക്കുകയാണ്. നമ്മുടെ സഹോദരങ്ങൾ തമ്മിൽ കൊമ്പ് കോർക്കുന്നൊരു മുഹൂർത്തങ്ങൾ തന്നെയായിരിക്കും ഇനി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വേറൊന്നുമല്ല, ആ ഒരു മണ്ണിന് വേണ്ടി സ്വന്തം സഹോദരനെ തള്ളിപ്പറയുന്ന കലാവധിയെ, സ്വന്തം സഹോദരനെ കൊല്ലാൻ പോലും മടിയാണിക്കാത്ത കലാവധിയെ തന്നെയായിരിക്കും നമുക്കിനി പഞ്ചാഗ്നിയിൽ കാണുവാൻ സാധിക്കുന്നത്. ഈ കലാവധിയുടെ ഒരു കുബുദ്ധി നമ്മുടെ പഞ്ചരത്നങ്ങൾ മനസ്സിലാക്കുമോ? മനസ്സിലാക്കിയില്ലെങ്കിൽ അവരുടെ ആ ഒരു തകർച്ച തന്നെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.